ഇതൊരു 4 മണി പലഹാരം വേണ്ടാണ്. 4 മണി പലഹാരം നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് 4 മണി പലഹാരം? നമ്മൾ വടക്കൻ കേരളത്തിലൊക്കെ കണ്ടുവരുന്ന മലപ്പുറം, കോഴിക്കോട് അങ്ങനെയുള്ള ഏരിയയിലൊക്കെയാണ് ഇത് പ്രശസ്തം. ഇതിനെക്കുറിച്ച് നമ്മുടെ തെക്കൻ ജില്ലകളിലേക്ക് അതിന് അത്ര പ്രാധാന്യമില്ല, എല്ലാവർക്കും അത്ര അറിയുമെന്നറിയില്ല. എങ്കിലും തെക്കൻ ജില്ലയിലും ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം. ഇതിൻ്റെ പേര് കലത്തപ്പം എന്നാണ്. ഇത് നമ്മുടെ തെക്കൻ ജില്ലയിലൊക്കെ പല വെറൈറ്റി ആയിട്ടുള്ള അപ്പത്തിനായിട്ടൊക്കെ സാമ്യമുണ്ട്. എങ്കിലും ഇതൊരു വെറൈറ്റിയാണ്. റമദാൻ ടൈമിലൊക്കെ എല്ലാവരും മലപ്പുറം ജില്ലയിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൻ്റെ പേര് ഒന്നുകൂടെ ഓർത്തിരിക്കുക, കലത്തപ്പം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം നമുക്ക് അതിനുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ എല്ലാ ആഴ്ചയും പറയുന്നത് പറയട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചില ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എൻ്റെ കൂട്ടുകാർ എന്നെ പലരും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല, ചെയ്തില്ല എന്ന്. കാരണം ഇത് നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതിൻ്റെ യൂട്യൂബ് നമ്മൾ ഇമെയിൽ വെച്ച് ഓപ്പൺ ആകണം. പലരും മടി കാരണം അത് ചെയ്യാറില്ല. പ്ലീസ് ദയവായിട്ട് നിങ്ങളതൊന്ന് എനിക്ക് വേണ്ടി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് സൈൻ ഇൻ ചെയ്ത് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇമെയിൽ ID കൊടുത്ത് ഓപ്പൺ ആക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ദയവായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ വരും. ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തീർച്ചയായിട്ടും പുറത്തിറങ്ങിയ അതിമനോഹരമായ നല്ല വെറൈറ്റി ഫുഡുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തീർച്ചയായിട്ടും എത്തിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുക്കിംഗ് ടൈമിലേക്ക് കിടക്കാം. നിങ്ങളെങ്ങോട്ട് വരില്ലേ? വന്നോളി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നമുക്ക് നോക്കാം. ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 400 ഗ്രാം അരിയാണ്. പച്ചരി ഒരു 5 മണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്തതാണ്. ഞാനിത് ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന് 200 ഗ്രാം മതി. ഒരു 4-5 പേർ കഴിക്കാൻ 200 ഗ്രാം മതി. ഞാൻ 400 ഗ്രാം എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് 400 ഗ്രാം എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 200 ഗ്രാം ആക്കുക. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾ മൈനസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഞാനിത് 400 ഗ്രാം അരിയുണ്ട്. 400 ഗ്രാം അരിക്ക് 400 ഗ്രാം ശർക്കര ഉണ്ട്. ശർക്കര ഒരു 4 പീസ്, ഇതേപോലെ 4 പീസാകുമ്പോൾ 400 ഗ്രാം ഉണ്ടാവും. അതിൽ ഞാൻ കറുത്തതും മഞ്ഞയും എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അപ്പോൾ അതിന് കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കറുപ്പും കൂടെ ചേർത്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചേർക്കാം. കറുപ്പ് മാത്രം വേണമെങ്കിൽ കറുപ്പ്, അല്ലെങ്കിൽ മഞ്ഞ മാത്രം വേണമെങ്കിൽ മഞ്ഞ. അപ്പം നിങ്ങൾ 200 ഗ്രാം ആണെങ്കിൽ ഇതൊരു 2 ആകുമ്പോൾ 200 ഗ്രാം ഉണ്ടാവും. അപ്പം ഞാനിത് 400 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ശർക്കര 400 ഗ്രാം ശർക്കര. ഒരു കപ്പ്, ചെറിയ കപ്പിന് 1 കപ്പ് തേങ്ങ തിരുമിയതുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് 400 ഗ്രാമിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 200 ഗ്രാം ഇതിൻ്റെ പകുതി എടുക്കുക. അതിൽ കുറച്ച് തേങ്ങ ചെറുതായിട്ട് നമുക്ക് ബീഫിനൊക്കെ ഇടുന്ന മാതിരി സ്ലൈസായിട്ട് കട്ട് ചെയ്തത് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 2-3 ടേബിൾ സ്പൂണ് ചോറ്, അതേപോലെ ഒരു സവാള ഇതുപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് ഒരു സവാള ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഏലക്കാണ്. ഒരു 10 ഏലക്ക ഉണ്ട്. ഏലക്ക കുറച്ച് വേണം. നിങ്ങൾ ഒരു 200 ഗ്രാമിനൊക്കെ ആകുമ്പോൾ ഒരു 4 പീസ് ഇതുപോലെ ചെറുതാണെങ്കിൽ 4 പീസൊക്കെ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ, സോൾട്ട്, ജീരകം, കാഷ്യൂനട്ട്, കുറച്ച് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ഇല്ലെങ്കിൽ സോഡാപ്പൊടി ഏതായാലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അത് കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഞാൻ ഇന്ന് കുക്ക് ചെയ്യുന്നത് നെയ്യിലും കൂടെ ചേർത്താണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യിൽ മാത്രം വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നമുക്കിനി അടുത്തത് നമുക്ക് വേണ്ടത്, നമ്മളിതൊന്ന് ഒരു മിക്സിയിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കും. നന്നായിട്ട് അരച്ചെടുക്കും. ഞാൻ അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ഒരു ജാർ എടുത്തിട്ട് നമ്മൾ പച്ചരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചരിയിലേക്ക് ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് തേങ്ങ ചേർത്താൽ മതി. തേങ്ങ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ചോറാണ്. 2 ടേബിൾ സ്പൂൺ ചോറ് കൂടിപ്പോയാൽ അപ്പം ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്, പശവശപ്പ് കൂടും. അതുകൊണ്ട് ചോറ് കൂടരുത്. ഒരു കാരണവശാലും ചോറ് കൂടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ചോറ് കൂട്ടിയിടരുത്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഒരു 1/4 ടീസ്പൂണ് ജീരകമാണ്. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളതിലേക്ക് ഒരു 8 പീസ് ഏലക്ക നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറിയ ഏലക്കയാണ് 8 പീസ്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം, അതായത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഒത്തിരി വെള്ളം കൂടി പോകരുത്. നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്നതിൻ്റെ ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കാവൂ. അതിന് കുറച്ച് കട്ടിയായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത്, ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോരെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ചും കൂടെ
സെക്കൻഡ് ടൈം നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, ഞാൻ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ അരി അരയ്ക്കാൻ പോകുന്ന സമയത്ത് നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ ശർക്കര ഒന്ന് പാനിയാക്കാനായിട്ട് നമ്മൾ ചൂടാക്കാൻ വെക്കണം. ഓക്കെ, നമ്മൾ ശർക്കര ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ പെട്ടെന്ന് അത് മെൽറ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കര ഒന്ന് ചെറുതായിട്ട് ഇതുവരെ ആക്കിയത്. എന്നിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ച് ചെറിയ ചൂടിൽ അതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിക്കുക. ഒത്തിരി വെള്ളം കൂടാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മൾ അരിയിൽ വെള്ളം ചേർത്ത് അരയ്ക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം കൂടാൻ പാടില്ല. ഒരു ചെറിയ കണ്ടോ, ഒരു ചെറിയ 1/4 കപ്പ് വെള്ളത്തിൽ നമ്മൾ അരി അരയ്ക്കാൻ പോകുമ്പോൾ ഇതിനെ ഒന്ന് പാനിയാക്കാൻ വെക്കുക. നമ്മളിത് ചെറിയ തീയിൽ ഇത് വെച്ചിട്ട് നമുക്ക് അരി അരയ്ക്കാൻ പോവാം. ശർക്കര ഏകദേശം നല്ല പാനിയായി ഉരുവിയിരിക്കുകയാണ്. ശർക്കര ഉരുവി. ഇനി നമ്മൾ അരി അരച്ചത് കൊണ്ടുവന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിത് അരി അരച്ചതിനകത്തേക്ക് ഡയറക്റ്റാണ് ഇത് ഒഴിക്കുന്നത്. ചൂടോടെ തന്നെ ഒഴിക്കണം. ഒഴിച്ച് ഈ ചൂടോടെ ഒഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ അത് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. അരി അരച്ച മാവ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മാവ് അരച്ച് കൊണ്ടുവന്നത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ അപ്പത്തിനൊക്കെ അരയ്ക്കുന്നവർ നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, നമ്മൾ അരി അരച്ച് വെച്ച് അതിനകത്തേക്ക് നമ്മൾ ശർക്കര ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഒരു സ്ട്രെയിനർ അരിപ്പ് വെച്ചിട്ട് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കര ആ ചൂടോടെ തന്നെ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അരിപ്പ് വെച്ച് അരിച്ചിട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അടുപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് സ്ട്രെയിനകത്ത് ഇരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരയും മാവായിട്ട് നന്നായിട്ട് കുഴപ്പമില്ല. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരം ഒന്ന് ഇതാക്കാൻ വേണ്ടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. എന്നിട്ട് ഒരു നുള്ള് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത്രയും കണ്ടില്ലേ, ഇത്രയും മാത്രം ഈസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈസ്റ്റ് ഇല്ലാത്ത ഞാൻ പറഞ്ഞില്ല, ഈസ്റ്റ് ഇല്ലെങ്കിലോ സോഡാപ്പൊടി ആയാലും മതി, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്നുവെച്ചാൽ ഞാൻ 2 സെക്ഷനായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ 200 ഗ്രാമിൻ്റെ മാവ് 2ആയിട്ട് ഞാൻ 400 എടുത്തത്. അപ്പോൾ 200-ൻ്റെതായിട്ട് 2 ആയിട്ട് 200 ഗ്രാം ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ 2ആയിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിൽ വലിയ കുക്കറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാം. അതല്ല 2ആയിട്ട് ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് അളവായിരിക്കും 200 ഗ്രാം അത് കറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ വരും. അപ്പോൾ നമുക്ക് കുക്കറാണ് വേണ്ടത്. ഞാൻ കുക്കറിലേക്ക് സ്റ്റൗ കത്തിച്ചിട്ട് കുക്കർ നന്നായിട്ട് ചൂടാവുക. നന്നായിട്ട് ചൂടായാൽ അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഈ തേങ്ങ, കാഷ്യൂനട്ട്, നമ്മുടെ സവാള അല്ല ഇതിൽ ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. നമുക്കിപ്പോൾ ചെറിയ ഉള്ളി കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ സവാള എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ആണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ചെറിയ ഉള്ളി ചേർക്കാൻ നോക്കുക. ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ സവാള ചേർക്കുന്നത്. ഓക്കെ, കുക്കർ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിലല്ല, സെപ്പറേറ്റ് ഇത് ഫ്രൈ പാനിൽ നിങ്ങൾക്ക് വറുത്തെടുത്ത് കോരി വെക്കാം. ഞാനത് 2 പാത്രം വേസ്റ്റ് ആക്കേണ്ട, ഓയിൽ വേസ്റ്റ് ആക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുക്കറിൽ തന്നെ അത് ചെയ്യുന്നത്. അപ്പം ഇതിൽ തന്നെ ഓയിൽ ഒഴിച്ച് ചെയ്യുമ്പോൾ ആ ഓയിലിൻ്റെ മയം ഇതിൽ തന്നെ കാണും. അതുകൊണ്ടാണ് ഇതിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് മതി, ഒത്തിരി ഒന്നും വേണ്ട. ഏകദേശം നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ആ നെയ്യ് നല്ലോണം ചൂടായിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്ത് കോരി എടുത്താൽ മതി. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ആ കോക്കനട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ തേങ്ങ നമ്മൾ ചെറിയൊരു
ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഉള്ളി നമ്മളെ ഒരു അര ഫ്രൈ ആകുമ്പോഴത്തേനും നമ്മൾ വീണ്ടും ലാസ്റ്റ് ഫൈനലി നമ്മൾ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. കാഷ്യൂനട്ട് ആവശ്യമുള്ളവർ ചേർത്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചേർക്കാം. കാഷ്യൂനട്ട് ഇഷ്ടമില്ലാത്തവർ കാഷ്യൂനട്ട് ചേർക്കണ്ട. തേങ്ങയും ഉള്ളിയും മാത്രം ചേർത്താൽ മതി. കാഷ്യൂനട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ചിലർക്ക് കാഷ്യൂനട്ട് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കണമെന്നില്ല. നിങ്ങൾക്കതിൽ വേണമെങ്കിൽ മുന്തിരിങ്ങ വേണമെങ്കിൽ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും കോക്കനട്ടും കാഷ്യൂനട്ടും നല്ലൊരു ബ്രൗൺ കളറായി. അപ്പോൾ നമുക്കിതിനെ ഒരു കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ അരച്ച് വെച്ച മാവ് ഞാൻ 2 ബൗളിലേക്ക് മാറ്റി. അതായത് രണ്ടായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി 2 ബൗളിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും തേങ്ങയും കാഷ്യൂനട്ടും കൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ആ കുക്കർ ചൂടാക്കുക. കഴിവൊന്നും വേണ്ട. ആ എണ്ണ അതിനകത്ത് തന്നെ, നെയ്യ് കുറച്ച് അതിനകത്തുണ്ട്. നന്നായിട്ട് ചൂടാകണം. പ്രത്യേകിച്ച് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം തന്നെ, കുക്കർ നല്ല ചൂടായിരിക്കണം. നിങ്ങൾ കുക്കർ നല്ല ചൂടാവാതെ ഇത് ഒഴിച്ചാൽ ഇത് പൊങ്ങില്ല. അതുകൊണ്ട് കുക്കർ നല്ലോണം ചൂടാവുക. ചൂടാകാൻ നോക്കാം. നിങ്ങളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൈക്ക് നല്ലൊരു ചൂട് അനുഭവപ്പെടുമെങ്കിൽ നിങ്ങൾ ചൂടാന്ന് വിചാരിക്കണം. അത്രമാത്രം ചൂടാവണം. നല്ല ചൂടാവണം. നന്നായിട്ട് ചൂടാവണം കുക്കർ. എന്നിട്ട് മാത്രമേ എനിക്ക് വീണ്ടും എണ്ണ ഒഴിക്കാവൂ. അത് ചൂടായിട്ടുണ്ട്. നല്ല ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വേണ്ട. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അത് നല്ലതായിട്ടൊന്ന് ചൂടാക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. നല്ലതായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കോക്കനട്ടും ഉള്ളിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എല്ലാ സെക്ഷനിലേക്കും ചേർത്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് കുക്കറിൻ്റെ മൂടിയെടുത്ത് അടയ്ക്കാം. അടച്ചു കഴിഞ്ഞിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ നമ്മൾ എയർ വിസിൽ പോകുന്ന ആ വാൽവ് നമ്മൾ വെക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ എയർ നല്ലതായിട്ട് പുറത്ത് പോകുന്നത് നമുക്ക് കാണണം. അതുകൊണ്ട് ആ വാൽവ് വെക്കേണ്ട കാര്യമില്ല. നമ്മളൊരു 10 മിനിറ്റാണ് ഇതിൻ്റെ ടൈം. ഒരു 10 മിനിറ്റ് 7, 8, 10 മിനിറ്റ് മാക്സിമം നിങ്ങൾ വെക്കാവോ. 10 മിനിറ്റിനാണ് നിങ്ങൾ തുറന്ന് നോക്കണം. അതുകൊണ്ട് ആദ്യത്തെ ഒരു മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളത് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം മാക്സിമം കുറച്ച് വെച്ച് കൊടുക്കാം. ആദ്യത്തെ 1 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഫുള്ള് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ 10 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചത്. നോക്കാം, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൽ കൂടെ ആ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വരുന്നത് കാണും. അതിൽ കൂടെ ഏറ് വരും. അപ്പം നമുക്ക് മനസ്സിലാക്കണോ വെന്തിട്ടുണ്ടെന്ന്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അത് എങ്ങനെയായെന്ന് നമുക്ക് തുറന്ന് നോക്കാം. എനിക്കറിയില്ല എങ്ങനെയായെന്ന്. നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഓ അടിപൊളി, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സെൻറ്ററൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു നമ്മുടെ കലത്തപ്പം റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്കിനി സെർവ് പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റാം. എങ്ങനെ മാറ്റുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ അത് നിങ്ങൾ എന്താ വെച്ചാൽ ഒരു സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൈഡൊന്ന് ഇതായി കൊടുക്കുക. ഓക്കെ, നന്നായിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഇളവി വരും, തന്നെ ഇളവി വരും. ഇങ്ങനെ എടുക്കുക. നല്ലോണം തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവൂ. അല്ലാതെ നമുക്കത് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ദിവസം ഏകദേശം തണുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്ന എങ്ങനെ നോക്കാം. ഒരു പ്ലേറ്റ് എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. കണ്ടോ? ആ, നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ അടിവശമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ? നല്ല കറക്റ്റ് പരുവാണിത്. കറക്റ്റ് പരുവാണ്. അടിവശമൊന്നും കരിഞ്ഞിട്ടോ ഒന്നുമില്ല. കറക്റ്റ് പരുവത്തിൽ ഇത് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിതിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കറക്റ്റ് പരുവായിട്ടുണ്ട്. സെൻറ്ററൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നു. നല്ല സ്മൂത്തായിട്ടുണ്ട്. നല്ല കറക്റ്റ് പരുവം. നിങ്ങൾ വെള്ളമൊക്കെ കറക്റ്റ് ചേർത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് മാത്രം വേവിക്കുക. ആദ്യത്തെ 1 മിനിറ്റ് മാത്രം നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് മാക്സിമം ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ്
10 മിനിറ്റ് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇങ്ങനെയുള്ളൊരു പരുവം കിട്ടും. പലരും ഞാൻ ഫ്രണ്ട്സോടൊക്കെ ഷെയർ ചെയ്തപ്പോൾ അവരോട് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പലപ്പോഴും ഫെയിലായതാണ്. പക്ഷേ കറക്റ്റ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കറക്റ്റ്, വെള്ളമൊക്കെ കറക്റ്റ് ആവുമെങ്കിൽ ഇത് കറക്റ്റായിട്ട് എടുക്കാം. നല്ലോണം തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്യാവും, അല്ലാതെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. നല്ലോണം തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെക്കാം. ഓക്കെ, കലത്തപ്പം റെഡി ആയിരിക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞു, നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. തൊട്ട് നോക്കി കുറച്ചും കൂടി തണുത്ത ഏറ്റവും നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്നാലും ഞാൻ ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ്. നല്ല അടിപൊളിയായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ഇതുപോലെ വരണം. അപ്പോൾ മനസ്സിലാക്കണം നല്ലോണം പൊങ്ങി നല്ല ലെയർ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കലത്തപ്പം. അപ്പോൾ ഞാനൊന്ന് കഴിക്കാം. ഇപ്രാവശ്യം ആരും കിട്ടില്ല, അപ്പോൾ ഞാൻ അതുകൊണ്ട് കഴിക്കാം. നിങ്ങൾ നോക്കിയിരിക്കുക. സോറി, എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ അവസരം ഉണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കാം. ഓക്കെ, എനിക്ക് പറയാൻ പറ്റുന്നില്ല. നല്ലോണം വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് വെന്ത് നല്ല മധുരമുണ്ട്. നിങ്ങൾക്ക് മധുരം കുറവ് മതി, കുറച്ച് ചേർത്താൽ മതി. ഇത് കറക്റ്റ് പരുവാണ്. 200 ഗ്രാം അരിക്ക് 200 ഗ്രാം ശർക്കര, 180 to 200 മതി. നല്ലതായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ആ നെയ്യിൽ ആ കോക്കനട്ട് കിടന്ന് വരട്ടി എടുത്തേക്കുന്നൊരു പ്രത്യേക സ്മെല്ലുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് പരീക്ഷിച്ച് നോക്കുക. 10 മിനിറ്റ് വെച്ച് ഇവിടെ ഉപയോഗിക്കാനുള്ള കാര്യമുള്ളൂ. നല്ല കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വെറൈറ്റിയാണ്. 4 മണി ചായക്കൊക്കെ നമ്മൾ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് എത്തിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനുപരി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്തു തരണം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇനിയും ബുദ്ധിമനോഹരമായ വെറൈറ്റി വിഭവങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുവരെ എല്ലാവർക്കും